ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവിയിലേക്ക് സാധാരണ നമ്മളൊരു വോയിസ് ഓവർ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു തെലുങ്ക് തമിഴ് മൂവിയെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു. തെലുങ്ക് റിലീസ് ചെയ്ത് തമിഴും ഒരേ സമയം റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഭൈരവ കോട്ടൈ. ഇത് തെലുങ്കിലും ഒരു ഭൈരവ കോട്ടൈ കഥയെന്നൊക്കെയാണ് അവർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് തമിഴ് ചിത്രമാണ് ഞാൻ കണ്ടുകൊണ്ട് ഭൈരവ കോട്ടയെക്കുറിച്ചാണ് ഡീറ്റെയിലായി പറയാൻ വേണ്ടി പോകുന്നത്. AVI ആനന്ദാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സന്ദീപ് കിഷൻ, അതുപോലെ തന്നെ വെലോണ, വർഷ അതുപോലെ തന്നെ കാവ്യ താർപ്പർ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഒരു ഫാൻറ്റസി ടൈപ്പ് ചിത്രമാണെന്നൊക്കെയാണ് ലെവലിലാണ് വന്നത്. കാരണം ഒരു കെട്ടുകഥ പോലത്തെ ഒരു ടൈപ്പിലൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. കുറേ ആത്മാക്കളും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റായി തോന്നിയില്ല. കാരണം വളരെ മോശമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും അതിനേക്കാൾ മോശമായിട്ടുള്ള ഡയലോഗ് ഡെലിവറിയും പ്രകടനം തന്നെയായിരുന്നു. കാരണം മികച്ചതെന്ന് പറയുമ്പോൾ ഒരു സീൻ പോലും ഇല്ലെന്നാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കം തന്നെ പഴയൊരു ഭൈരവക്കോട്ട കഥയാണ്. ഭൈരവക്കോട്ട അവിടുത്തെ കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. കാരണം അതിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പോരാൻ അനുവദിക്കില്ല. കാരണം അത്ര ഡേഞ്ചർ പിടിച്ചുള്ള ഒരു ഏരിയയാണ്. പഴയ കാലത്ത് കുറേ ആചാരങ്ങളും കുറേ മനുഷ്യരും ജീവിക്കുന്ന ഒരു ഉൾനാടൻ പിടിച്ച ഒരു ഗ്രാമം. കാരണം ആരും പെട്ടെന്ന് കടന്നു ചെയ്യില്ലാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് അവർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണിക്കുന്നു. നമ്മുടെ നായകൻ ഒരു കള്ളനായിട്ട് വരുന്നൊരു ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കുറേ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച് വരുന്നു. അങ്ങനെ ഒരു കല്യാണത്തലേന്ന് ഒരു വീടിൻ്റെ റൂമിലിട്ട് പൂട്ടുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നായകൻ എന്ത് ചെയ്യുന്നു, അതായത് സ്വർണ്ണമൊക്കെ ദേഹത്ത് കെട്ടി വെച്ചിട്ട് തീ കൊളുത്തി ഓടുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അവിടെ കണ്ടപ്പോൾ മനസ്സിലായി പടം കത്തി തന്നെയായിരിക്കും. നേരെ കുളത്തിലേക്ക് ഇറങ്ങുന്നു, പിന്നെ കാറെടുത്ത് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ പുതിയൊരു കഥാപാത്രം അതിലേക്ക് എൻട്രോ ചെയ്യുന്നത്. അവിടെ തൊട്ട് പിന്നെ പടം വെറുപ്പിക്കൽ തന്നെയായിരുന്നു. കാരണം ആ കഥാപാത്രത്തിൻ്റെ ഒരു മികച്ച ചിത്രം പോലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാ പടത്തിലും ഒരേപോലത്തെ ഒരു സ്ലാങ് പിടിച്ച് പോകുന്നു, അല്ലെങ്കിൽ അതേ മോശമായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഭൈരവക്കോട്ടയിലോട്ട് എത്തുന്നു. അപ്പോൾ ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ കയ്യിലെത്തുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് നമ്മുടെ നായകയുടെ ഫ്ലാഷ് ബാക്കിലേക്കിട്ട് പോകുന്നത്. അവിടുത്തെ അവരെ കണ്ടുമുട്ടിയ കാര്യങ്ങളും അവരുടെ ഡയലോഗും പണ്ടൊരു പാട്ടിലോട്ടും ഇമോഷൻസ് എങ്ങനെയാണ് പിരിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. അങ്ങനെ ഇൻ്റർവെല്ല് വരുന്നു. അതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ഫാൻറ്റസിയോട് ഒട്ടും തന്നെ നീതി പുലർത്താതെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, ഒട്ടും തന്നെ ഒരു കണ്ടിന്യൂറ്റി ചിത്രം നൽകുന്നില്ല. അത് പക്ഷേ അഭിനയത്തിൻ്റെ ആയിരിക്കാം, ഒരു സ്ക്രിപ്റ്റിൻ്റെ ആയിരിക്കാം. കാരണം ഒട്ടും തന്നെ എനിക്കൊരു ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമയം കളയാൻ വേണ്ടിയിട്ട് പോലും ഒട്ടും തന്നെ ഇതിലായിട്ട് കാര്യമായി ഒന്നും തന്നെ ഇല്ല. കാരണം ഒരു തമിഴ് പടത്തിനേക്കാൾ സാധാരണ ഈ വ്യക്തിയുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ മുന്നേ കണ്ടുള്ളതാണ് ഈ സന്ദീപ് കിഷൻ ചിത്രങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ അത്യാവശ്യം കാണാവുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ടായിരുന്നു ഒന്ന് രണ്ട് ചിത്രത്തിൽ. പക്ഷേ ഇത് അതിൽ പോലും ഇല്ല. കാരണം ഒട്ടും തന്നെ ഓർത്തിരിക്കാൻ പോലുന്ന ഒരു രംഗം പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡ്യൂറേഷൻ വളരെയധികം കൂടുതൽ തന്നെയായിരുന്നു. ആക്ഷൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ഒട്ടും തന്നെ ഇമ്പ്രസീവ് ആകുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ കോമഡി ആവുന്ന കുറേ ആത്മാക്കളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നടക്കുമോ എന്നുള്ള ചിന്താ ടൈപ്പ് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഫാൻറ്റസി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫാൻ പോലും കറങ്ങാത്ത ഒരു ടൈപ്പ് ചിത്രമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും ഭൈരവ കോട്ട ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്, അതായത് തമിഴും തെലുങ്കിലൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവരുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കാം. അപ്പോൾ എന്തെങ്കിലും പോലെ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന് പരിഗണിക്കുക. വീണ്ടും പുതിയ ചിത്രത്തിൻ്റെ വീഡിയോ ആയിട്ട് എനിക്ക് കാത്തിരിക്കും. ബൈ ഫ്രണ്ട്സ്.